പാറ്റകൾ ഒറ്റയ്ക്കും കൂട്ടമായും ഒത്തുചേരുന്ന വാർത്ത കേൾക്കുമ്പോൾ ഈ പാറ്റാക്കൂട്ടം ഇനി എന്തെങ്കിലും കുഴപ്പമാക്കുമോ എന്ന ഒരു ഉൾഭയം തട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ, വഴിയാധാരമാക്കിയ നീറ്റ് പരീക്ഷയും പിന്നെ CBSE പരീക്ഷയും ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴും അതിന് നേതൃത്വം നൽകുകയും ഏറ്റവും ഫ്രോഡായിട്ടുള്ള പല സ്റ്റേറ്റുകളിലും പല കുഴപ്പങ്ങളും കാണിച്ച് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഏജൻസിയെ കണ്ടെത്തിയതടക്കമുള്ള വളരെ കൊടൂരം പിടിച്ച പ്രവർത്തികളൊക്കെ നിൽക്കുമ്പോഴും ഭയങ്കരമായ ഒരു നടപടി എടുത്തത്രേ. ഇന്നലെ റിപ്പബ്ലിക് TV പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മൂവ്, ദ സെൻറ്റർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ ചെയർമാൻ ആൻഡ് സെക്രട്ടറി ഓഫ് CBSE amid backlash over its digital evaluation system. An inquiry committee has been formed to look into the procurement of on-screen marking services, which faced criticism from students and parents due to technical glitches, payment failures and access problems during re-evaluation. അതായത് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിലാണ് 2026 CBSE കുട്ടികൾ. അവരുടെ ഗതികേട് ഈ പറഞ്ഞ ഈ വിദ്വേഷവും വെറുപ്പും ഈ ഇസ്ലാമോഫോബിയയും ഏക സിവിൽ കോഡും ഹലാലും നടന്ന് പറയുന്ന ഇവർക്ക് ഒരു കാര്യക്ഷമമായ ഒരു സംവിധാനത്തെ ചലിപ്പിക്കാനാവുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ട ഈ സംഭവത്തിലാണ് അതിൻ്റെ സെക്കൻഡറി ബോർഡിൻ്റെ ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. ഒരു വല്ലാത്ത ശിക്ഷയാണ്. ആ സ്ഥലം മാറ്റം അറിഞ്ഞ് ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ഡൽഹിയിൽ കൂടെ നടക്കുന്നു. എന്തിനാ ഇത്രയും വലിയ ക്രമക്കേട്? ഏതാണ്ട് 300 കോടി രൂപ കുട്ടികളിൽ നിന്ന് പിരിച്ച് പരീക്ഷ നടത്തി അതിനൊരു ഏജൻസിയെ ഏൽപ്പിച്ച് കോടികളുടെ ഇടപാട് നടത്തിയ ധർമ്മപ്രധാൻ എന്ന് പറയുന്ന HRD മിനിസ്റ്റർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർ രണ്ടുപേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. പണ്ട് നീറ്റ് പരീക്ഷ ലീക്കായപ്പം ഒരാളിനെ സ്ഥലം മാറ്റി കുറച്ചുകൂടെ മനോഹരമായ ഒരു സ്ഥലത്തിരുത്തി. ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കോക്രോച്ചുകളുടെ വരവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കോക്രോച്ചുകളുടെ വരവ് കുറച്ചൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് നടപടികൾ എടുത്തു എന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു നടപടിക്കപ്പുറം ഇതൊന്നും അല്ല വേണ്ടത്. ഈ ഫ്രോഡുകൾക്ക് നേതൃത്വം നൽകിയവരെ പിഴുതെടുത്ത് ദൂരെ കളയണം. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ജയിലിലടച്ച് ശിക്ഷിക്കുമായിരുന്നു. അത്ര ക്രൂരമാണ് ആ കുട്ടികളുടെ ഭാവിയോട് ചെയ്തത്. CBSEയിൽ ഇനി പഠിപ്പിക്കാനും പരീക്ഷ എഴുതാനും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഭയമായിരിക്കുന്നു എന്നതാണൊരു സത്യം.